റിസൾട്ട് വന്ന് പടുതോൽവിയേറ്റ് 2 ദിവസവും വായും പൂട്ടി മിണ്ടാതിരുന്നവർ ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയതിന് ഒരു കാരണമുണ്ട്. ടി.കെ. ഗോവിന്ദന്റെ കോടിയേരിയുടെ വീട്ടിലേക്കുള്ള യാത്രയിൽ പിണറായി ഗോവിന്ദൻ സംഘം അപകടം മണത്തു. കൂടെ വിനോദിനി വക പിണറായിക്കിട്ട് പത്തിക്ക് അടിയും. ടി.കെ. ഗോവിന്ദേട്ടനെ വർഗവഞ്ചകനെന്ന് വിളിക്കില്ല. ആരെങ്കിലും പറയുന്നത് കേട്ട് അടിമയാകാൻ കഴിയില്ല. എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. വിനോദിനിയുടെ ഈ പ്രയോഗത്തിൽ ചിലർക്കിട്ടുള്ള കുത്തുണ്ട്. പാർട്ടി വിട്ട് സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ടി.കെ. ഗോവിന്ദൻ ആദ്യം ഓടിയെത്തിയത് കോടിയേരിയുടെ വീട്ടിലേക്കാണ്. കോടിയേരിയുടെ സ്മൃതി മണ്ഡപത്തിന് മുൻപിൽ നിന്നുകൊണ്ട് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും കൈകൂപ്പി നിൽക്കുന്നതിൻ്റെയും ചിത്രങ്ങളാണ് ഇന്ന് ഏറ്റവും കൂടുതൽ വൈറലായത്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇപ്പോഴും ഇനി എന്നും കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും. വി കുഞ്ഞികൃഷ്ണനും പറയുന്നത് ഞാൻ കമ്മ്യൂണിസ്റ്റ് ആണ് എന്ന്. പാർട്ടിയുടെ തെറ്റായ നയങ്ങളെ എതിർക്കുന്നവരാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ. ടി.കെ. ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും ഉൾപ്പെടുന്ന പ്രസ്ഥാനത്തിന്റെ തെറ്റ് ചൂണ്ടിക്കാട്ടിയവരല്ലേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ എന്ന ചോദ്യം ഇതോടെ പരന്നു. CPM എന്നത് ഇപ്പോൾ വെറും ഒരു അസ്ഥികൂടമായി മാറിയെന്ന്, അതിൻ്റെ എല്ലാ മൂല്യങ്ങളും ചതഞ്ഞരഞ്ഞുപോയി. CPM വിട്ട് ഒരു കുത്തൊഴുക്ക് ടി.കെ. ഗോവിന്ദന്റെയും കുഞ്ഞികൃഷ്ണന്റെയും സുധാകരന്റെയും കൂട്ടത്തിലേക്ക് ഉണ്ടാകുമോ എന്നുള്ള ഭയമായിരുന്നു പിണറായിയെ വേട്ടയാടിയത്. പാർട്ടി വീണ്ടും പിളരുമോ എന്ന ഭയം കഴിഞ്ഞ കുറെ മണിക്കൂറുകൾ പിണറായി ഗോവിന്ദൻ സംഘത്തെ അലട്ടി. അതാണ് ഗോവിന്ദൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിർഭയമായും സ്വതന്ത്രമായും പ്രവർത്തകർക്കും നേതാക്കൾക്കും പാർട്ടിയിൽ എല്ലാം തുറന്ന് പറയാമെന്ന് ഗോവിന്ദൻ പ്രഖ്യാപിച്ചത്. പറയാനുള്ളതെല്ലാം നിങ്ങൾ പാർട്ടിയിൽ പറഞ്ഞോളൂ, പുറത്തുപോയി പറഞ്ഞ് നാറ്റിക്കരുതെന്ന് കെഞ്ചുന്ന ഗോവിന്ദനെയാണ് നമ്മൾ കണ്ടത്. എല്ലാവർക്കും പറയാം, ഇനി ഞങ്ങൾ കേൾക്കാം എന്ന നിരുപാധികം കീഴടങ്ങൽ. പാർട്ടിയിൽ നിന്ന് പുറത്തേക്കൊരു കുത്തൊഴുക്കുണ്ടാകാതിരിക്കാൻ ഒരു തടയിട്ടതാണ് ഗോവിന്ദൻ. വിനോദിനി ബാലകൃഷ്ണൻ പച്ചയ്ക്ക് ചിലതൊക്കെ വിളിച്ചു പറഞ്ഞത് പിണറായിയെ പൊള്ളിച്ചിട്ടുണ്ട്. ടി.കെ. ഗോവിന്ദൻ കോടിയേരി ബാലകൃഷ്ണന്റെ വസതി സന്ദർശിച്ചത് രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പോൾ വലിയ ചർച്ചയാകുന്നു. ടി.കെ. ഗോവിന്ദനെ കുലംകുത്തിയെന്നും വർഗവഞ്ചകനെന്നും CPM നേതൃത്വം വിശേഷിപ്പിക്കുമ്പോഴാണ് കോടിയേരിയുടെ കുടുംബം വ്യത്യസ്തമാകുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങൾക്കിടയിലും കോടിയേരിയുടെ കുടുംബത്തോടുള്ള സ്നേഹത്തിന് ടി.കെ. ഗോവിന്ദനും കുടുംബത്തിനും മാറ്റമില്ലെന്ന് അടിവരയിടുന്നതായിരുന്നു ഈ വൈകാരികമായ ഒത്തുചേരൽ. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗം പാർട്ടിക്കുണ്ടാക്കിയ വിടവ് വലുതാണെന്നും അദ്ദേഹം ഉണ്ടായിരുന്നുവെങ്കിൽ തനിക്ക് പാർട്ടി വിടേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല എന്നും ഗോവിന്ദൻ നേരത്തെ പ്രതികരിച്ചിരുന്നു. തന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ എന്നും തണലായി നിന്ന കോടിയേരിയോടുള്ള ആദരസൂചകമായാണ് വിജയത്തിന് പിന്നാലെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതും കുടുംബത്തെ സന്ദർശിച്ചതുമെന്നും ടി.കെ. ഗോവിന്ദൻ പറഞ്ഞു. സന്ദർശനത്തെക്കുറിച്ച് കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ പ്രതികരണം തികച്ചും ഹൃദ്യമായിരുന്നു. കോടിയേരിയെ ഇന്നും ജനങ്ങൾ ആദരിക്കുന്നു. അദ്ദേഹത്തോട് സ്നേഹമുള്ള ആര് വീട്ടിൽ വന്നാലും ഞാൻ സ്വീകരിക്കും. കോടിയേരിയെ ഓർമ്മിക്കുന്നു എന്നതാണ് അടിസ്ഥാനം. വീട്ടിൽ വരുന്നവരെ വർഗവഞ്ചകരെന്ന് വിളിക്കില്ല. കോടിയേരിയോട് സ്നേഹമുള്ളവരാണ് ഇവിടെ വരുന്നത്. ആരെങ്കിലും പറയുന്നത് കേട്ട് അടിമയാകാൻ കഴിയില്ല. എനിക്ക് എൻ്റെതായ ശരികളുണ്ട്. മറ്റുള്ളവർ എന്തു പറയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കോടിയേരിയുടെ വിയോഗം വ്യക്തിപരമായ വിടവാണ്. അത് മരണം വരെ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും വിനോദിനി പറഞ്ഞു. ടി.കെ. ഗോവിന്ദൻ മാഷുമായി തനിക്കുള്ളത് പാർട്ടിക്ക് അതീതമായ ബന്ധമെന്ന് പറഞ്ഞ വിനോദിനി തന്നെ സ്നേഹത്തോടെ ഒന്ന് നോക്കിയ ഒരാളെ പോലും ജീവിതത്തിൽ മറക്കാൻ കഴിയില്ലെന്നും അതിന് രാഷ്ട്രീയമില്ലെന്നും വിനോദിനി പറഞ്ഞു. എൻ്റെ മൂത്ത മകൻ ഡിഗ്രി കഴിഞ്ഞ സമയത്ത് കുറച്ചു കാലം മാഷിൻ്റെ മരുമകനൊപ്പം ഡൽഹിയിലായിരുന്നു. എന്നെ സ്നേഹത്തോടെ നോക്കിയ ഒരാളെ പോലും ജീവിതത്തിൽ ഞാൻ മറക്കില്ല. അതാരായിരുന്നാലും. അതിന് രാഷ്ട്രീയമൊന്നുമില്ല. എനിക്ക് അദ്ദേഹത്തെ വർഗവഞ്ചകനെന്ന് ഒരിക്കലും വിളിക്കാനാകില്ല. ഗോവിന്ദേട്ടനും കുടുംബവുമായി എനിക്കും എൻ്റെ കുട്ടികൾക്കുമുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. വ്യക്തിപരമായാണ് ഗോവിന്ദേട്ടനും രമണിയേച്ചിയും കുട്ടികളും വന്നിരിക്കുന്നത്. എനിക്ക് മറക്കാൻ പറ്റില്ല ഒന്നും. ഞാൻ ഒന്നും മറക്കില്ല എന്നും വിനോദിനി വ്യക്തമായി പറഞ്ഞു. വിനോദിനിക്ക് നല്ല കലിപ്പ് പിണറായി വിജയനോടും MV ഗോവിന്ദനോടുമുണ്ട്. കാരണം അർഹിച്ച ഒരു അന്ത്യയാത്ര പോലും പിണറായി ഉൾപ്പെട്ട CPM കോടിയേരിക്ക് നൽകിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല മണ്ഡലമായ തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ഒന്ന് പൊതുദർശനത്തിന് വെച്ചില്ല. തിടുക്കപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ അന്ത്യകർമ്മങ്ങളും നിർവഹിച്ചു. അദ്ദേഹത്തോട് പാർട്ടി അനാദരവ് കാണിച്ചുവെന്ന് അന്ന് തന്നെ വിനോദിനി പ്രഖ്യാപിച്ചിരുന്നു. പിന്നീട് പാർട്ടി ഇടപെട്ട് അവരെ നിശബ്ദയാക്കുകയായിരുന്നു.
ഉള്ളിൽ നീറിപ്പുകയുന്ന ഒരു മനസ്സ് വിനോദിനിക്കുണ്ട്. കാരണം തൻ്റെ ഭർത്താവിനെ അങ്ങേയറ്റം ഒന്നുമല്ലാതാക്കി കളഞ്ഞ പിണറായിയോടുള്ള കലിപ്പ് അവരെല്ലാ കാലത്തും ഉള്ളിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യും. മറ്റൊരു കാര്യം, കോടിയേരിയുടെ കുടുംബത്തെ കൈവിട്ടു പാർട്ടി എന്ന് വിനോദിനിക്കറിയാം. തൻ്റെ മക്കൾക്ക് നേരെ കേസും കേസിന്മേൽ പുക്കാറുമായി നിന്നപ്പോഴും ഈ പ്രസ്ഥാനം കൂടെ നിന്നില്ല എന്ന് വിനോദിനി കൃത്യമായി അവർക്കറിയാം. ബിനീഷിന്റെ കേസ് വന്ന സമയത്തായിരുന്നു. ആ സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറിയാണ്. മകനെതിരെ ആരോപണം വന്നപ്പോൾ തന്നെ അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം മാറുകയാണ് ചെയ്തത്. പക്ഷേ പിണറായി കുടുംബം അല്ലെങ്കിൽ പിണറായി ഉൾപ്പെട്ട ഈ CPM-കാർ എന്താണ് കോടിയേരിയോട് ചെയ്തത്? തികഞ്ഞ നീതികേടാണ് കാണിച്ചത്. കാരണം പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണങ്ങളും കേസും വന്നപ്പോഴും പാർട്ടി ഒന്നടങ്കമാണ് അതിനെ നേരിട്ടത്. പക്ഷേ ബിനീഷിനെതിരെ കേസ് വന്നപ്പോൾ പാർട്ടി അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. പാർട്ടി തങ്ങളെ സംരക്ഷിക്കണമെന്നോ പാർട്ടി തങ്ങൾക്ക് വേണ്ടി നിൽക്കണമെന്നോ അന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരുന്നില്ല. പിണറായി വിജയൻ ഈ പാർട്ടിയെ കുടുംബത്തിന് വേണ്ടി ഏതെല്ലാം രീതിയിൽ ഉപയോഗിക്കാമോ ആ രീതിയിലെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ ചരിത്രം നമ്മൾ ചികഞ്ഞാൽ വീണ വിജയന്റെ പഠിപ്പ് മുതലുള്ള കാലം എടുക്കേണ്ടി വരും. കാരണം ഇവിടെ സാസുറായ കോളേജിനെതിരെ തല്ലും പുക്കാറും നടക്കുമ്പോൾ മകളെ കോയമ്പത്തൂരിലെ സ്വാശ്രയ കോളേജിൽ കൊണ്ട് ചേർത്ത ആളാണ് പിണറായി വിജയൻ. അയാളിൽ എന്ത് തരം കമ്മ്യൂണിസ്റ്റ് ആശയവും മൂല്യവുമാണ് ഉള്ളത്? എന്തായാലും പിണറായി വിജയൻ ഈ പാർട്ടിയെ കുടുംബത്തിന് വേണ്ടി ഉപയോഗിച്ച് ഈ പാർട്ടിയെ മുച്ചൂടും തല്ലിക്കെടുത്തി. അതിൻ്റെ അമർഷം കൂടിയാണ് വിനോദിനി ബാലകൃഷ്ണൻ തുറന്നടിച്ചത്. TK ഗോവിന്ദൻ്റേത് പെട്ടെന്നുള്ള സന്ദർശനമാണെന്നും അമ്മയെ വിളിച്ചാണ് അവർ എത്തിയതെന്നും മകൻ ബിനീഷ് കോടിയേരിയും പ്രതികരിച്ചു. അച്ഛനുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് അവർ വന്നത്. സന്ദർശനത്തിൽ രാഷ്ട്രീയമില്ലെന്നും വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് അവരെത്തിയതെന്നും ബിനീഷ് ആവർത്തിച്ചു. എല്ലാ പാർട്ടി നേതാക്കളുമായും കുടുംബാംഗങ്ങളുമായും ബന്ധമുണ്ട്. മാഷ് അങ്ങനെ ഒരു നിലപാടെടുത്തു. അതിനുശേഷം ഇവിടെ വരണമെന്ന് തോന്നി. ഈ വീട്ടിൽ ആർക്കും വരാം. ആരെങ്കിലും വരാൻ പാടില്ലെന്ന് പറയാൻ പറ്റുന്ന വീടല്ലല്ലോ ഇത്. സ്വാഭാവികമായും ജനങ്ങൾ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന വീടാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും വരാൻ കഴിയുന്ന വീടാണ്. വീട് ആരുടെ മുന്നിലും കൊട്ടിയടയ്ക്കാറില്ല എന്നും ബിനീഷ് പറഞ്ഞു. തോൽവിയെക്കുറിച്ച് പാർട്ടി അന്വേഷിക്കേണ്ടതാണ്. മറ്റ് കീഴ്ഘടകങ്ങളിലൂടെ അന്വേഷിക്കും. പാർട്ടി തിരുത്തേണ്ടപ്പോൾ തിരുത്തുമെന്നും ബിനീഷ് കോടിയേരി പ്രതികരിച്ചു. തൻ്റെ എല്ലാ വ്യക്തിപരമായ കാര്യങ്ങളിലും കോടിയേരി പങ്കെടുക്കാറുണ്ടെന്ന് TK ഗോവിന്ദൻ പ്രതികരിച്ചത്. കോടിയേരിയുമായും കുടുംബവുമായും അടുത്ത ബന്ധമാണുള്ളതെന്നും കോടിയേരിയുമായുള്ള ബന്ധം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയുന്നതല്ല എന്നും TK ഗോവിന്ദൻ പ്രതികരിച്ചത്. പിണറായി വിജയനും MV ഗോവിന്ദനുമെതിരെ പാർട്ടി അണികൾക്കിടയിൽ അമർഷം പുകയുന്നതിനിടയിലായിരുന്നു പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ഒരു നേതാവിനെ കോടിയേരിയുടെ കുടുംബം ചേർത്ത് പിടിച്ചിരിക്കുന്നത്. രാഷ്ട്രീയ ലാഭത്തിനപ്പുറം മനുഷ്യബന്ധങ്ങൾക്കും സത്യസന്ധമായ നിലപാടുകൾക്കും വില നൽകുന്ന ഒരു രാഷ്ട്രീയ ശൈലിയാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ വെളിപ്പെടുന്നത്.